പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. കേന്ദ്ര സംഘം വന്നുപോയിട്ടും മാസങ്ങളായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് PDNA നടത്തുകയും വിശദമായ റിപ്പോർട്ട് നവംബർ 13 കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് 2221 കോടി രൂപയും വിലങ്ങാടിന് 98 കോടി 10 ലക്ഷം രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് PDNA സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല. 14/8/2024 റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ PDNA-യാണ് കേരളം സമർപ്പിച്ചത്. ഈ പ്രക്രിയക്ക് ചുരുങ്ങിയത് 3 മാസം ആവശ്യമാണ്. ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായി NDMA-യിൽ നിന്നുള്ള അംഗങ്ങളും കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി KSDMA-യിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങൾ, ഡാറ്റ അനാലിസിസ്, ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റ് പഠനങ്ങൾ, ദുരിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ആകാശ ദൃശ്യങ്ങൾ, ഇവയെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പഠന വിധേയമാക്കിയിട്ടുണ്ട്. 583 പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത്. ഈയൊരു പ്രക്രിയക്കെടുക്കുന്ന സ്വാഭാവികമായ കാലതാമസമാണ് 3 മാസം. 2023 ഒക്ടോബറിൽ സിക്കിമിലും 2023 ജനുവരിയിൽ ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലും 2023 ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങളുണ്ടായപ്പോൾ ആ സംസ്ഥാനങ്ങൾ PDNA തയ്യാറാക്കിയത് ദുരന്തം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ്. PDNA തയ്യാറാക്കുവാൻ ചുരുങ്ങിയത് 3 മാസം വേണമെന്ന് ഈ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ദുരന്തമുണ്ടായ ഉടൻ അല്ല, ദുരിതാശ്വാസ ഘട്ടം പൂർത്തീകരിച്ച ശേഷമാണ് PDNA ആരംഭിക്കുന്നത്. ഇത് ദുരന്ത നിവാരണത്തിലെ ഏറ്റവും അടിസ്ഥാന ധാരണ തന്നെയാണ്. കാരണം ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ദുരിതാശ്വാസ ഘട്ടം പൂർത്തീകരിക്കുന്നതിനാണ്. സമർപ്പിച്ച മെമ്മോറാണ്ടം പ്രകാരം അടിയന്തര സഹായം അനുവദിച്ചില്ല എന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാന വിഷയം. എന്നാൽ ആ ആക്ഷേപത്തെ മറികടക്കുന്നതിനാണ് PDNA സമർപ്പിക്കാൻ കേരളം വൈകിയെന്ന വാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്.